Hi all, welcome to my YouTube channel Mathematic. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കേരള PSC എക്സാം ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ഇതിൻ്റെ സിലബസ് ബേസ്ഡ് ചെയ്തുള്ള ക്ലാസ്സസ്സാണ് ഞാൻ എൻ്റെ വീഡിയോസിലിടുന്നത്. ഓൾറെഡി 2 വീഡിയോസിൽ നമ്മൾ എന്താണ് മാത്തമാറ്റിക്കൽ ആവറേജസ് എന്നുള്ളതാണ് നോക്കിയത്. ഇന്ന് ഈ വീഡിയോയിൽ പൊസിഷണൽ ആവറേജസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ടുള്ള മീഡിയനാണ് നോക്കാൻ പോകുന്നത്. പൊസിഷണൽ ആവറേജസിൽ ഫസ്റ്റ് ടോപ്പിക്കാണ് മീഡിയൻ. അപ്പോൾ എന്താണ് മീഡിയന്? നമുക്ക് 3 ടൈപ്പ് ഓഫ് മീഡിയൻസ് ഉണ്ട്. 3 ടൈപ്പ് ഓഫ് ഡേറ്റാസിൽ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും പിന്നെ അതിനെ ബേസ് ചെയ്ത പ്രോബ്ലംസും അതാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് മീഡിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് തന്നിരിക്കപ്പോൾ ആ ഒബ്സർവേഷൻ്റെ മിഡിൽ മോസ്റ്റ് വാല്യൂ, കറക്റ്റ് മിഡിൽ വാല്യൂ ആണ് നമ്മൾ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് സെറ്റ് ഓഫ് ഓൾ ഒബ്സർവേഷൻസ് തന്നെ നമുക്ക് 3 രീതിയിൽ ഒബ്സർവേഷൻസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതായത് അൺഗ്രൂപ്ഡ് ഡേറ്റാസ് ഉണ്ട്. ഡിസ്ക്രീറ്റ് ഡേറ്റയിൽ തന്നെ അൺഗ്രൂപ്ഡ് ബേസും ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്. അതായത് അൺഗ്രൂപ്ഡ് എന്ന് പറയുമ്പം റോ ഡേറ്റാസ് എന്നും ഇൻഡിവിജ്വൽ ഡേറ്റാസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതായത് ജസ്റ്റ് ഡേറ്റാസ് മാത്രം, ഒബ്സർവേഷൻസ് മാത്രം നമുക്ക് തന്നിരിക്കും. ഇനി ഫ്രീക്വൻസി എന്ന് പറയുമ്പം ഒബ്സർവേഷൻ്റെ കൂടെ കറസ്പോണ്ടിങ് അതിൻ്റെ ഫ്രീക്വൻസിയും കൂടി തന്നിരിക്കും. പിന്നെ അടുത്തത് നമ്മൾ പറഞ്ഞത് കണ്ടിന്യൂസ് ഡേറ്റാസാണ്, അഥവാ ഗ്രൂപ്ഡ് ഡേറ്റാസ്. ഗ്രൂപ്ഡ് ഡേറ്റാസിൽ മെയിനായിട്ട് നമ്മൾ ഇൻ്റർവെൽസ് വൈസ് തരുന്ന പ്രോബ്ലംസാണ് ഗ്രൂപ്ഡ് ഡേറ്റാസിൽ വരുന്നത്. അപ്പോൾ ഈ 3 കേസിൽ നമുക്ക് എങ്ങനെയാണ് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഒബ്സർവേഷൻ അല്ലെങ്കിൽ സീരീസ് ഓഫ് വാല്യൂസിൻ്റെ മിഡിൽ മോസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നതാണ് മീഡിയൻ. അപ്പോൾ മീഡിയൻ നമുക്ക് ജോമെട്രിക്ക് പറയുകയാണെങ്കിൽ നമുക്കൊരു ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒബ്സർവേഷനെ 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു വാല്യൂവിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡിസ്ക്രീറ്റ് ഡേറ്റയിൽ അൺഗ്രൂപ്ഡ് ഡേറ്റാസിൽ നമുക്ക് മീഡിയൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പം നമുക്ക് ഫസ്റ്റ് കുറച്ച് ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിനെ ആദ്യം നമ്മൾ ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ. കറക്റ്റ് അസെൻഡിങ് തന്നെ വേണമെന്നില്ല, മാഗ്നിറ്റ്യൂഡ് വൈസ് അതിനെ നമ്മൾ അറേഞ്ച് ചെയ്യുക എന്നേ ഉള്ളൂ. അപ്പോൾ അസെൻഡിങ്ങും വരാം, ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. അതിനുശേഷം ഏതെങ്കിലും ഒരു മെത്തേഡ് അസെൻഡിങ് ഓർഡറിൽ, ഞാനിപ്പോൾ ഇവിടെ അസെൻഡിങ് ഓർഡറായിട്ട് എടുത്തിരിക്കുക. ഇനി അടുത്ത അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് തന്നിരിക്കുന്ന ഒബ്സർവേഷൻസ് ഈവൻ ആണോ ഓഡ് ആണോ എന്ന് നോക്കുക. തന്നിരിക്കുന്നത് ഓഡ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണെങ്കിൽ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് n+1/2 ഒബ്സർവേഷൻ എടുക്കുക. ഒരു എക്സാമ്പിളാണ്. ഇപ്പം 9 ആണെങ്കിൽ 9+1 ദാറ്റ് ഈസ് 10/2, 5th പൊസിഷൻ. 5 അല്ല അവിടുത്തെ മീഡിയനായിട്ട് എടുക്കുന്നത്. ആ 5th പൊസിഷൻ നമ്മൾ ഡേറ്റാസിനെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തതിന് ശേഷം അതിൽ 5ാമത്തെ പൊസിഷനിൽ വരുന്ന ഏതാണോ ഒബ്സർവേഷൻ അതായിരിക്കും മീഡിയൻ. അടുത്തത് ഈവൻ ആണെങ്കിൽ നമുക്ക് കറക്റ്റ് മിഡിൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ നമ്മൾ എടുക്കുന്നത് ആവറേജ് എടുക്കും. ഏതിൻ്റെയൊക്കെ? n/2 ഒബ്സർവേഷൻ്റെയും n/2+1 ഒബ്സർവേഷൻ്റെയും വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ആവറേജ് എന്ന് പറയുമ്പോഴും 2 ഒബ്സർവേഷൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 2ഉം കൂടെ ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അപ്പോൾ നമുക്ക് ഈവൻ നമ്പർ ഓഫ് ഒബ്സർവേഷൻ്റെ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിത് വെച്ചിട്ടൊരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ അൺഗ്രൂപ്ഡ് ഡേറ്റാസിൻ്റെ ഒരു എക്സാമ്പിളാണ്. അത് ജസ്റ്റ് ഒബ്സർവേഷൻസ് മാത്രം തന്നിരിക്കും. അപ്പോൾ ഒബ്സർവേഷൻസ് തന്നിരിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ഒബ്സർവേഷനെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. അതായത് ഏറ്റവും ചെറിയ വാല്യൂ ഫസ്റ്റ് വരും, പിന്നെ അതിനെക്കാട്ടി ഗ്രേറ്റർ ആയിട്ടുള്ളത്. ആ ഒരു രീതിയിൽ അസെൻഡിങ് ഓർഡറിൽ നമ്മുടെ വാല്യൂസിനെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ വാല്യൂസിനെ അറേഞ്ച് ചെയ്തു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഒബ്സർവേഷൻ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7. അപ്പോൾ n=7 ആണ്. ദാറ്റ് ഈസ് ഓഡ് ആണ്. നമുക്ക് ഓഡ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? n+1/2 പൊസിഷൻ എടുക്കുക. അപ്പോൾ n+1/2 മീൻസ് 7+1 8/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4th പൊസിഷൻ. അതായത് നമ്മൾ
എന്താണ് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന നമ്പേഴ്സിൻ്റെ ഫോർത്ത് വരുന്ന വാല്യൂ ഏതെന്ന് നോക്കുക. 1 2 3 4. അപ്പം നമുക്കിവിടെ 115 എന്ന് പറയുന്നതാണ് ഫോർത്ത് പൊസിഷനിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മീഡിയനായിട്ട് ഏത് വാല്യൂ എടുക്കാം? 115. ഓക്കെ, ഓരോ വാല്യൂസും കൂടെ നോക്കാം, ഈവൻ വരുന്ന കേസും. അപ്പോൾ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഈവനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ അതേ രീതിയിൽ തന്നെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അസെൻഡിങ് ഓർഡറിൽ നമുക്ക് വാല്യൂസിനെ അറേഞ്ച് ചെയ്യണം. അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യപ്പോൾ നമുക്ക് 7 7 14 15 17 24 29 42. ഓക്കെ, അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് എത്ര ഒബ്സർവേഷൻ ഉണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. 1 2 3 4 5 6 7 8. ഓക്കെ, n എന്ന് പറയുന്നത് 8 ഈവൻ നമ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈവൻ നമ്പർ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കേണ്ടത്? n/2th പൊസിഷനും n/2 + 1th പൊസിഷനും എടുക്കാം. അപ്പോൾ n/2 മീൻസ് 8/2 4th പൊസിഷൻ. അടുത്ത n/2 + 1 എന്ന് പറയുമ്പോൾ 5th പൊസിഷൻ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് 4th പൊസിഷനിലും 5th പൊസിഷനിലും വരുന്ന ഒബ്സർവേഷൻസ് നോക്കുക. അപ്പോൾ നമുക്ക് 1 2 3 4. ഓക്കെ, 4th പൊസിഷനിൽ 15ഉം 5th പൊസിഷനിൽ 17ഉം വരുന്നുണ്ട്. ഓക്കെ, ഇനി മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4th പൊസിഷനിലെയും 5th പൊസിഷനിലെയും ഒബ്സർവേഷൻ്റെ ആവറേജ് എടുക്കുക. അതായത് 15 + 17 / 2 ചെയ്യാം. സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 16 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? 16. ആ 16 ആണ് നമ്മുടെ മീഡിയൻ വാല്യൂ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാൻ പോകുന്നത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ കേസാണ്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഫോമിൽ തരപ്പോൾ മീഡിയൻ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ അതിലും ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഡേറ്റാസിനെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. അതിനുശേഷം നമ്മളൊരു പുതിയൊരു ടേബിളും കൂടെ കൺസ്ട്രക്ട് ചെയ്യണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു കോളവും കൂടെ എടുക്കുക. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസികളെ ആഡ് ചെയ്ത് പോകുന്നൊരു മെത്തഡാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പം പറഞ്ഞുതരാം. അപ്പം ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് നേരത്തെ അതേ സംഭവം തന്നെയാണ്. ക്യാപിറ്റൽ N എന്ന് ഉദ്ദേശിക്കുന്നത് സം ഓഫ് ഫ്രീക്വൻസിയാണ്. നമ്പർ ഓഫ് ഒബ്സർവേഷൻ, നമ്മൾ നേരത്തെ N എന്ന് ഉദ്ദേശിക്കുന്നത് ഒബ്സർവേഷൻ്റെ നമ്പർ ഓഫ് ഒബ്സർവേഷനാണ്. ഇവിടെ ക്യാപിറ്റൽ N എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രീക്വൻസിയുടെ സമ്മാണ്. അപ്പോൾ ഫ്രീക്വൻസിയുടെ സമ്മ് ഓഡാണെങ്കിൽ നേരത്തെ അതേ രീതിയിൽ തന്നെ n+1/2th പൊസിഷൻ എടുക്കുക. പക്ഷേ അത് നമ്മൾ നോക്കേണ്ടത് ഏതിൻ്റെ വാല്യൂ? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ n+1/2th ഒബ്സർവേഷൻ വരുന്ന എവിടെയാണെന്ന് നോക്കണം. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് വരുന്ന ഒബ്സർവേഷൻ എടുക്കുക. ഈവൻ ആണെങ്കിൽ നേരത്തെ അതേ രീതിയിൽ തന്നെയാണ് എന്താണ് ആവറേജ് ഓഫ് n/2th n/2 + 1th പൊസിഷൻ എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. ഫ്രീക്വൻസി വരപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്കൊരു മാർക്കും നമ്പർ ഓഫ് സ്റ്റുഡൻസും തന്നിട്ടുണ്ട്. മാർക്സും നമ്പർ ഓഫ് സ്റ്റുഡൻസ്, എത്ര കുട്ടികൾക്കാണ് ഈ മാർക്ക് കിട്ടിയെന്നുള്ള രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മാർക്സ് തന്നിരിക്കുന്നതും ഒരു കറക്റ്റ് ഓർഡറിലല്ല. 20 പിന്നെ 29 പിന്നെ 28 ആ ഒരു ഓർഡറല്ല. അതായത് അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നേരത്തെ കണക്ക് തന്നെ ഇതിനെ അസെൻഡിങ് ഓർഡറിൽ ഫസ്റ്റ് ഈ മാർക്സിനെ അറേഞ്ച് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ചെയ്യാൻ പോകുന്നത് മാർക്സ് 3 കോളംസ് ഇവിടെ ഫോം ചെയ്യണം. മാർക്സ് വേണം. ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. നമ്പർ ഓഫ് സ്റ്റുഡൻസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഓക്കെ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, അങ്ങനെ 3 കോളംസ്. അതിൽ മാർക്സിൻ്റെ കേസ് എടുക്കുമ്പോൾ നേരത്തെ രീതിയിൽ തന്നെ എങ്ങനെ എടുക്കുക? അസെൻഡിങ് ഓർഡറിൽ മാർക്സിനെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് മാർക്ക് 20. ഓക്കെ, അടുത്തത് 25 28. ഓക്കെ, 29 33 38 42 43. ഓക്കെ, നമ്മൾ മാർക്സിനെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു. എന്നിട്ട് ഇതിന് കറസ്പോണ്ടിങ് വരുന്ന ഫ്രീക്വൻസി കറക്റ്റായിട്ട് ക്വസ്റ്റ്യനിൽ നോക്കി എഴുതുക. 20ക്ക് കറസ്പോണ്ടിങ് 6 ആണ്. നെക്സ്റ്റ് 25ന് കറസ്പോണ്ടിങ് നമ്മൾ എടുത്തിട്ടുള്ളത് 20 ആണ്. ആ രീതിയിൽ മാർക്സ് കറക്റ്റായിട്ട് എഴുതുക. 24, അടുത്തത് 28 15 4 2 1. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ്, ഫസ്റ്റ് നമ്മൾ അതേ ഫ്രീക്വൻസി കൊടുക്കുക. അടുത്ത കോളം തൊട്ട് അടുത്ത റോ തൊട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഫ്രീക്വൻസി സം ചെയ്ത് എഴുതുക. അതായത് 6ഉം 20യും കൂടെ ആഡ് ചെയ്യുന്നതാണ് അടുത്ത് വരേണ്ടത്.
ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ 6 + 20 + 24. ഓക്കെ, അപ്പോൾ അത് ഓൾറെഡി 6 ഉം 20 26 ഉണ്ട്. അപ്പോൾ ഈ 26ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യുക? 26 + 24 ആഡ് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് എന്തായിട്ട് കിട്ടും? 24. അപ്പോൾ 50 ആയിട്ട് ഇവിടെ വരും. അടുത്തത് 50 + 28, ആ രീതിയിൽ ആഡ് ചെയ്തങ്ങ് പോവാം. 78 93 97 + 2 99 99 + 1 100. ഓക്കെ, നമുക്ക് ഫൈനൽ ആൻസർ 100 കിട്ടും. ഈ 100 എന്ന് പറയുന്ന ഫ്രീക്വൻസിയുടെ സമ്മാണ്. നമ്മൾ എല്ലാ ഫ്രീക്വൻസിയും സം ചെയ്ത് ലാസ്റ്റ് ഫൈനൽ കിട്ടുന്നതാണ് 100. അപ്പോൾ ഈ 100നെ നമുക്ക് ക്യാപിറ്റൽ N ആയിട്ട് എടുക്കാം. ക്യാപിറ്റൽ N എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ സം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫൈനൽ കിട്ടുന്ന ഈ ആൻസർ ഫ്രീക്വൻസിയുടെ സം ആയിരിക്കും. അപ്പോൾ അത് N ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ N ഫ്രീക്വൻസിയുടെ സമ്മ് ഈവൻ ആണ്. അപ്പോൾ ഈവൻ വരുമ്പോൾ നമ്മൾ നേരത്തെ അതേ രീതിയിൽ ചെയ്യണം. എന്താണ്? n/2th പൊസിഷനും n/2 + 1th പൊസിഷനും എടുക്കാം. 100/2 ദാറ്റ് ഈസ് 50th പൊസിഷനും 51th പൊസിഷനും നമ്മൾ നോക്കും. അപ്പം 50th പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നോക്കാം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നോക്കുമ്പം 50 എന്ന് പറയുന്ന നമ്പർ അവിടെ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് വരുന്ന ഒബ്സർവേഷൻ നോക്കണം. സപ്പോസ് 50 ഇല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് ഗ്രേറ്റർ ആയിട്ടുള്ളത് അത് ശ്രദ്ധിക്കുക. 50 എന്ന് പറയുന്ന ഒബ്സർവേഷൻ നമ്മുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ഇല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് ഗ്രേറ്റർ ആയിട്ട് വരുന്ന വാല്യൂവിന് കറസ്പോണ്ടിങ് വരുന്ന എന്താണ് ഒബ്സർവേഷൻ, അതായത് മാർക്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് 50 ഓൾറെഡി ഉണ്ട്. അപ്പോൾ 50ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന റോ എന്ന് പറയുന്ന ഇതാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് വരുന്ന 28 എന്ന് പറയുന്നതായിരിക്കും 50th പൊസിഷനിലെ ഒബ്സർവേഷൻ. ഓക്കെ, അപ്പോൾ 50th പൊസിഷനിലെ ഒബ്സർവേഷനായിട്ട് ഏതെടുക്കാം? 28. അടുത്ത 51 എന്ന് പറയുന്നത് ഒബ്സർവേഷൻ നമുക്കിവിടെ ഇല്ല. അപ്പോൾ അതിൻ്റെ തൊട്ട് ഗ്രേറ്റർ ആയിട്ട് വരുന്ന വാല്യൂ ഏതാ? 78. അപ്പോൾ 78ന് കറസ്പോണ്ടിങ് വരുന്ന ഒബ്സർവേഷൻ അത് എത്രയാണ്? 29. അപ്പോൾ n/2 പ്ലസ്, അതായത് 51th പൊസിഷനിൽ നമുക്ക് എന്തായിട്ട് എടുക്കാം? 29 ആണ്. ഇത് പൊസിഷനാണ്. ഓക്കെ, 51th പൊസിഷനിൽ നമുക്ക് എത്രയാണ് കിട്ടിയത്? ഒബ്സർവേഷൻ 29 ആണ്. ഓക്കെ, അപ്പോൾ 28ഉം 29ഉം കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞ് ഇതിൻ്റെ ആവറേജ് എടുക്കുക. അതായത് 28 + 29 / 2 ചെയ്യുക. അപ്പോൾ നമുക്ക് 57/2 കിട്ടും. ദാറ്റ് ഈസ് 28.5. അതാണ് നമ്മുടെ മീഡിയൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കണ്ടിന്യൂസ് ഡേറ്റയുടെ കേസാണ്. കണ്ടിന്യൂസ് ഡേറ്റ അല്ലെങ്കിൽ ഗ്രൂപ്പ്ഡ് ഡേറ്റയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് റൈറ്റ് ദ വാല്യൂസിന് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഇൻക്രീസിങ് ഓർഡർ, അത് തന്നെയാണ് അസെൻഡിങ് ഓർഡർ. അത് കഴിഞ്ഞിട്ട് മീഡിയൻ ക്ലാസ് ഐഡൻറ്റിഫൈ ചെയ്യാം. മീഡിയൻ ക്ലാസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണക്ക് തന്നെ ഫ്രീക്വൻസി കണക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യും. ആ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ടോട്ടൽ, അതായത് ഫ്രീക്വൻസിയുടെ ടോട്ടൽ എടുക്കുക, എന്നിട്ട് /2 ചെയ്ത് നോക്കണം. n/2th പൊസിഷൻ കണ്ടുപിടിക്കുക. ഇവിടെ ഓഡായാലും ഈവൻ ആയാലും നമ്മൾ ചെയ്യാൻ പോകുന്നത് n/2th പൊസിഷൻ എടുക്കും. ആ n/2th പൊസിഷനിൽ കറസ്പോണ്ടിങ് വരുന്ന ആ ഒരു ക്ലാസ്സിനെയാണ് മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഫോർമുല ഉണ്ട്. ദാറ്റ് ഈസ് L + n/2 - C/F × H. ഇത് ഓരോന്ന് എന്താണെന്ന് നോക്കാം. L എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് മീഡിയൻ ക്ലാസ് സെലക്ട് ചെയ്യത്തില്ലേ, ആ മീഡിയൻ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റാണ് L. ക്യാപിറ്റൽ N ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീക്വൻസി അതായിട്ടൊക്കെ എടുക്കാം. C എന്ന് ഉദ്ദേശിക്കുന്നത് ആ മീഡിയൻ ക്ലാസ്സിൻ്റെ തൊട്ട് മുമ്പിൽ വരുന്ന പ്രിസീഡിങ് ആയിട്ടുള്ള ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. F എന്ന് പറയുന്നത് ആ മീഡിയൻ ക്ലാസ്സിൻ്റെ തന്നെ ഫ്രീക്വൻസി. H എന്ന് പറയുന്നത് ക്ലാസ് ഇൻ്റർവെൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമുക്ക് കണ്ടിന്യൂസ് ഡേറ്റാസിൽ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ? മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഫസ്റ്റ് മീഡിയൻ നമ്മുടെ കണ്ടിന്യൂസ് ഡേറ്റാസ് എന്ന് പറയുമ്പം ഇൻ്റർവെൽസ് ആയിട്ടായിരിക്കും തരുന്നിരിക്കുന്നത്. ക്ലാസ് ഇൻ്റർവെൽ ഫോമാണ്. അപ്പോൾ നേരത്തെ കണക്കിന് മാർക്സ്, അതായത് 0ക്കും 10നും ഇടയ്ക്ക് മാർക്സ് വരുന്ന 4 സ്റ്റുഡൻസ്, 10 to 20ക്ക് ഇടയ്ക്ക് 15 സ്റ്റുഡൻസ്, ആ ഒരു രീതിയിലാണ് കണ്ടിന്യൂസിൻ്റെ കേസിൽ തരുന്നത്. അപ്പം നമ്മൾ നേരത്തെ അതേ രീതിയിൽ തന്നെ ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഓക്കെ, ഫസ്റ്റ് ഇതിപ്പം ഇൻക്രീസിങ് ഓർഡറിൽ തന്നെയാണ് കറക്റ്റ് ഡേറ്റാസ് 0, 10, 10, 20 ആ ഒരു കറക്റ്റ് ഓർഡറിൽ തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട. ഇനി അടുത്ത് നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുക. അത് നേരത്തെ പറഞ്ഞ കണക്ക് ഫ്രീക്വൻസിയെ സം ചെയ്ത് എഴുതാം. ആദ്യം 4 വരും, പിന്നെ 4 + 15
19. അടുത്ത 19 + 24 that is 43. ആ ഒരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ 59. അടുത്തത് 72. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മീഡിയൻ ക്ലാസ് കാൽക്കുലേറ്റ് ചെയ്യണം. മീഡിയൻ ക്ലാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ എൻ എത്രയാണെന്ന് നോക്കണം. ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ ഫൈനൽ നമ്മൾ ഫ്രീക്വൻസി സം ചെയ്ത് നോക്കിയാൽ മതി. ഫ്രീക്വൻസീസ് എല്ലാം കൂടെ സം ചെയ്ത് ഫൈനൽ കിട്ടുന്നത് 72 ആണ്. അതായിരിക്കും ക്യാപിറ്റൽ എൻ ആയിട്ട് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ മീഡിയൻ ക്ലാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി n/2th പൊസിഷൻ എടുക്കുക. അപ്പം നമ്മൾ n/2 മീൻസ് ഇവിടെ നമ്മൾ ഈവൻ ഓഡ് നോക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിലും നമ്മൾ ചെയ്യുന്ന n/2th പൊസിഷനാണ്. അപ്പോൾ ഇവിടെ 72/2th പൊസിഷൻ എടുക്കുക. ദാറ്റ് ഈസ് ഇക്വൽ ടു 36. ഇനി നമ്മൾ നോക്കേണ്ടത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 36 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ടാകുമെന്ന് നോക്കാം. സപ്പോസ് ആ വാല്യൂ ഇല്ലെങ്കിൽ, ഓക്കെ, നേരത്തെ നമ്മൾ ചെയ്ത അതേ കണക്ക് തന്നെയാണ്. ആ വാല്യൂ ഇല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് ഗ്രേറ്ററായിട്ട് വരുന്ന വാല്യൂ ഏതാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കോളംസ് നോക്കിയപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നോക്കിയപ്പോൾ 36ൻ്റെ തൊട്ട് ഗ്രേറ്റർ വാല്യൂ 43 ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് വരുന്ന ഇത് കംപ്ലീറ്റ് ആയിട്ടാണ് നമ്മൾ മീഡിയൻ ക്ലാസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ആ 43ക്ക് കറസ്പോണ്ടിങ് വരുന്ന ഫ്രീക്വൻസിയും ആ ഇൻ്റർവൽസും കൂടെ ചേർന്നാണ് നമ്മൾ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, മീഡിയൻ ക്ലാസ്. ഓക്കെ, ഇനി ഈ മീഡിയൻ ക്ലാസ്സിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വാല്യൂസ് എടുക്കുന്നത്. നമുക്കിവിടെ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ഫോർമുല എന്തായിരുന്നു? മീഡിയൻ ഇസ് ഈക്വൽ ടു, ഫോർമുല ഇതാണ്, L + n/2 മൈനസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി CF, അല്ലെങ്കിൽ C എന്ന് കൊടുത്താലും മതി, ഡിവൈഡഡ് ബൈ F ഇൻറ്റു നമ്മുടെ ഇത് ക്ലാസ് ഇൻ്റർവെലിൻ്റെ ലെന്ത് H. ഓക്കെ, അപ്പം ഇതിൽ എല്ലായാലും ഫ്രീക്വൻസി എല്ലാ വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം മീഡിയൻ ക്ലാസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ മീഡിയൻ ക്ലാസ് നമ്മൾ കിട്ടിയത് എങ്ങനെയാണ്? ഒന്നും കൂടെ പറയാം. n/2th പൊസിഷൻ എടുക്കുക. അപ്പോൾ n/2 എടുത്തപ്പോൾ 36 കിട്ടി. 36 നമ്മുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് ഗ്രേറ്ററായിട്ട് വരുന്ന വാല്യൂ നോക്കുക. അപ്പോൾ ഇവിടെ 43 ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് വരുന്ന ആ ഒരു ക്ലാസ്സാണ് മീഡിയൻ ക്ലാസ് ആയിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇനി ഇതിൽ നിന്ന് മീഡിയൻ ക്ലാസ്സിൽ നിന്ന് ആ ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 20 ആണ്. അപ്പോൾ ഇവിടെ എല്ലിൻ്റെ പ്ലേസിൽ നമുക്ക് എന്ത് കൊടുക്കാം? 20. ഓക്കെ, പ്ലസ് n/2 ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 36 ആണ്. ഇനി CF എന്ന് പറയുന്നത് നമ്മുടെ മീഡിയൻ ക്ലാസ്സിന് തൊട്ട് പ്രിസീഡിങ് ആയിട്ട് തൊട്ട് ഫ്രണ്ടിൽ വരുന്ന മുൻപിൽ വരുന്ന എന്താണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, ദാറ്റ് ഈസ് ഇതിൻ്റെ തൊട്ട് മുമ്പിൽ വരുന്ന 19 ആണ്. അപ്പോൾ ആ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് ഇവിടെ കൊടുക്കാൻ. ഇനി F എന്ന് ഉദ്ദേശിക്കുന്ന മീഡിയൻ ക്ലാസ്സിൻ്റെ തന്നെ കറസ്പോണ്ടിങ് വരുന്ന ഫ്രീക്വൻസി. ഈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫ്രീക്വൻസി ടേബിളെ. ഓക്കെ, അപ്പോൾ ആ ഫ്രീക്വൻസിയിൽ നമ്മുടെ മീഡിയൻ ക്ലാസ്സിൻ്റെ തന്നെ ഫ്രീക്വൻസി എന്താണ്? അതാണ് F. ഇനി H എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ക്ലാസ് ഇൻ്റർവൽ, അതായത് 20 to 30 ആ ഡിഫറൻസ് ലെന്ത് എത്രയാണ്? 10 ആണ്. അപ്പോൾ അതാണ് H ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതൊന്ന് സോൾവ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ മീഡിയൻ വാല്യൂ കിട്ടും. സോൾവ് ചെയ്യുക, നമുക്ക് 17/24 × 10 കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് 20 + 7.08 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 27.08. അപ്പം ഇതാണ് നമ്മുടെ മീഡിയൻ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് നോക്കിയത് പൊസിഷണൽ ആവറേജസിൽ ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള മീഡിയനാണ്. അപ്പോൾ മീഡിയൻ മെയിനായിട്ട് 3 ടൈപ്സ് ആണുള്ളത്. അപ്പോൾ 3ൻ്റെ കേസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. Okay, thank you.